സാർ, നിങ്ങൾ മെഡിക്കൽ കോഡറാണ്. നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് രംഗത്ത് ദീർഘകാലം പരിചയമുള്ള ഒരാളാണ്. ഇന്ത്യയിൽ ഈ മെഡിക്കൽ കോഡിംഗ് പഠിച്ച ആളുകളുടെ സാധ്യത എങ്ങനെയാണ്? ഇന്ത്യയിൽ മെയിനായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളായിട്ടാണ് ഉള്ളത്. HCC പോലത്തെയും അതേപോലെ ED പോലത്തെയും ENM, റേഡിയോളജി, ഇങ്ങനെ പല പ്രൊജക്റ്റുകളുണ്ട്. അതിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് തന്നെ പാക്കേജുകളിൽ വ്യത്യാസമുണ്ട്. ഞാൻ 2010 ഈ പ്രോസസ്സിൽ വന്നതാണ്. അപ്പോൾ എല്ലാ പ്രോജക്റ്റുകളിലും വർക്ക് ചെയ്യാനൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്, അതിന് എത്രയാണ് പാക്കേജുകൾ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റുകൾ കുറവും, പിന്നെ അതേപോലെ സർട്ടിഫിക്കേഷനൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷർ ഒരു കോഴ്സ് കഴിഞ്ഞ തന്നെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. സർട്ടിഫൈഡായ കോഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കേഷൻ എടുത്തവർക്ക് പാക്കേജുകളിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പല പ്രൊജക്റ്റുകളുണ്ട്. എസ്പെഷ്യലി HCC എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ്, അത് ഇന്ത്യയിലെ എല്ലാ കമ്പനികളിലും ഈ പ്രൊജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം പറയുകയാണെങ്കിൽ കേരളത്തിൽ കാലിക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ കൊച്ചിയിൽ പോലും നമുക്ക് HCC സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വേക്കൻസി വന്നിട്ടുണ്ട്.